So, hello everyone, welcome to this new session. In നമ്മൾ റെക്കോർഡ് സെഷനാണ് പോകുന്നത്, ലൈവ് അല്ല പോകുന്നത്. ഓക്കെ, ഞാൻ ലൈവ് വരാമെന്ന് പറയുന്നു, ബട്ട് സ്റ്റിൽ ചില ടെക്നിക്കൽ ഡിഫോൾട്ട്സ് കാരണം വരാൻ കഴിയത്തില്ലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, സോ അതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇന്ന് റെക്കോർഡായിട്ട് എടുക്കുക നാളത്തെ ക്ലാസ്. നാളെ മീൻസ് സാറ്റർഡേ. സോ ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ആണ്, ജിയോഗ്രഫിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. മൊത്തം ആക്ച്വലി എത്ര ക്ലാസ്സാണ്? 14 ക്ലാസ്സാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമായിരുന്നെങ്കിൽ 2 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജിയോഗ്രഫി തീർക്കാൻ പറ്റും. ഇതിൽ ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്സ് ഒന്നും എടുത്തിട്ടില്ല. ഏതൊക്കെയാണ്? ഞാൻ ഡാം എടുത്തിട്ടില്ല, നാഷണൽ പാർക്ക് എടുത്തിട്ടില്ല. ഇത് രണ്ടും എടുക്കാത്ത മെയിൻ റീസൺ, ഇത് ഞാൻ കൊണ്ടുവന്നാൽ തന്നെ എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ജസ്റ്റ് പ്ലെയിനായിട്ട് ഇവിടെ കാണിച്ച് ഇതാണ് ഫാക്ട്സ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഡയറക്റ്റ് എന്താ PPT തന്നെ കാണിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ എനിക്ക് എന്താ പറയാൻ അധികം ഒന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അത് മഗ്ഗപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതിന് തുല്യമായിപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി. ഈ 2 സാധനം എടുക്കുക, ഇരിക്കുക, എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കുക. കാരണം എൻ്റെ കോഡ് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ കോഡ് പഠിക്കാൻ തന്നെ പിള്ളേർക്ക് വേറെ കോഡ് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പോകുന്നില്ല. പിന്നെ അതോടൊപ്പം നിങ്ങൾ നോക്കേണ്ട 2-3 സാധനം കൂടെ ഉണ്ട്. അതായത് ട്രാൻസ്പോർട്ടേഷൻസ്, നമ്മുടെ റെയിൽവേ, നമ്മുടെ റോഡുണ്ടല്ലോ, നാഷണൽ ഹൈവേസ്, അതുപോലെ നാഷണൽ വാട്ടർ വേസ് നോക്കുക. അതോടൊപ്പം ഒരു സാധനം നോക്കുക, നമ്മുടെ റെയിൽവേയുടെ സെൻറ്റേഴ്സ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, പിന്നെ സെൻട്രൽ, ആ സാധനങ്ങൾ നോക്കുക. ഇത്രയും സാധനം മാത്രമാണ് ഞാൻ ഇതിൽ എടുക്കാതിരുന്നിട്ടുള്ളത്. കാരണം ഇത് വളരെ ചെറുതാണെന്ന് മാത്രമല്ല, ജസ്റ്റ് കാണിച്ചു തന്നാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. PPT ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് മോണോട്ടോണസ് ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. ഇത്രയും സാധനങ്ങൾ എടുക്കാതായിട്ട് ബാക്കിയെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസെപ്ഷ്യൽ ആയിട്ടുള്ള സാധനം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും സാധനത്തിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ തിരിച്ച് വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്താ കിട്ടും. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് ക്ലാസ് ഓഫ് ജിയോഗ്രഫി. ആൻഡ് ഞാൻ അന്ന് പറഞ്ഞ പോലെ ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്നായിരുന്നു, ഇതിന് മുന്നേ ആയിരുന്നു. അതായത് ബുധനാഴ്ച ലൈവ് പോയ സമയത്ത് വേൾഡ് ജിയോഗ്രഫി ആക്ച്വലി അന്ന് തീരാണ്ടായിരുന്നു. പക്ഷേ അന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു, സാർ ഇതിൻ്റെ പെക്യുലാരിറ്റീസ് ഒന്നും പഠിക്കേണ്ടതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ മാപ്പിംഗ് ആയിട്ട് മാറ്റി അതിനെ. അതായത് അന്ന് എന്ത് ചെയ്തു, വേൾഡ് മാപ്പ് എടുത്തു, അതിൽ സ്ഥലങ്ങൾ എവിടെ വരുന്നു പഠിച്ചു, ഒരു ഏകദേശം ബ്രീഫ് ഐഡിയ വെച്ചു. ഇന്ന് നമ്മൾ ആ ബ്രീഫ് ഐഡിയ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിലോട് കുറച്ചിടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ആ ഓരോരോ സ്ഥലങ്ങളിലുള്ള കുറച്ച് പ്രത്യേകതകൾ നമ്മൾ നോക്കുന്നു, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇത്ര നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ലൈവ് അല്ല, സോ ഒബ്വിയസ്ലി സ്റ്റക്ക് ആവുകയാണെങ്കിൽ എനിക്ക് എടാ ഇതിൻ്റെ ആൻസർ എന്ത് വരുമെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. സോ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ നോട്ട് നോക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഇത്ര കഥാകഥനങ്ങളുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. വേൾഡ് ജിയോഗ്രഫി പാർട്ട് 2 ആണ്. എടാ ഞാൻ പാർട്ട് 2 എന്ന് എഴുതാൻ വിട്ടുപോയി. പാർട്ട് 2 2-ാം അധ്യായം, അതായത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് എന്തിൻ്റെ ഓർഡറാണ്, ഏരിയ വൈസുള്ള ഓർഡറാണ് ഞാൻ എന്ത് എഴുതിക്കുന്നത്, ഏരിയ വൈസ് അല്ല, ഓർഡറാണ് എഴുതിയിരിക്കുന്നത്. ആരൊക്കെയുണ്ട്, ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ വേറെ പേരെന്താ, ഓഷ്യാനിയ. നമ്മൾ ഏഷ്യ ഏതൊക്കെ പഠിച്ചു, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ ഏതാ, സൗത്ത് വെസ്റ്റ് ഏഷ്യ, ഇത്രയും പഠിച്ചു നമ്മൾ. ഇനി ആഫ്രിക്ക പറഞ്ഞപ്പോൾ എന്താ, ആഫ്രിക്ക ഒരു കോണ്ടിനെൻ്റ് ആണ്, സൗത്ത് ആഫ്രിക്ക അതിലൊരു സ്ഥലമാണെന്ന് പഠിച്ചു. ഇനി അതിനുശേഷം നോർത്ത് അമേരിക്ക പഠിച്ചു, സൗത്ത് അമേരിക്ക പഠിച്ചു. നോർത്ത് അമേരിക്കയിലാണ് ഏതുണ്ടായിരുന്നത്, കാനഡ, അമേരിക്ക, അലസ്ക, മെക്സിക്കോ ഉണ്ടായിരുന്നത്. സൗത്ത് അമേരിക്കയിലാണ് എന്തുള്ളത്, സൗത്ത് അമേരിക്ക എന്തുണ്ടായിരുന്നത്, ഞാൻ പറയുന്നതിന് മുന്നേ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. സൗത്ത് അമേരിക്കയിലാണ് എന്തുള്ളത്, ബ്രസീൽ ഉള്ളത്, അതുപോലെ ലോങ്ങസ്റ്റ് പർവ്വതനിരകൾ ചിലി ഉള്ളത്. ഓക്കെ, സോ ഇത്രയും സാധനങ്ങൾ. പിന്നെ അന്റാർട്ടിക്ക ഏറ്റവും മേലത്തെ ഭാഗമാണ്, ഏറ്റവും കോൾഡസ്റ്റ് ലെയറാണ്, കോൾഡസ്റ്റ് ഭാഗത്തിൽ കാണപ്പെടുന്നതാണ്. യൂറോപ്പിലാണ് ആരൊക്കെ വരുന്നേടാ, യൂറോപ്പിലാണ് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, UK അങ്ങനത്തെ സ്ഥലങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ കൺട്രീസ് വരുന്നത്. ഓക്കെ, ഓസ്ട്രേലിയ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു, ഏറ്റവും താഴെ മാറി നിൽക്കുന്ന ഒരാളാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ വിളിക്കുന്ന വേറൊരു പേര് ഓഷ്യാനിയ, ഇഫ് വി കൺസിഡർ ഓൾ ദി ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ദാറ്റ് ഈസ് സറൗണ്ടിങ് ദി ഓസ്ട്രേലിയ. ഓക്കെ, സോ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാപ്പിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്ത് നോക്കിയത്. ഓക്കെ ആണോ? ഓക്കെ, ശരി, നമുക്ക് എന്ത് ചെയ്യാം, സെയിം PPT ആണ്, ബട്ട് സ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ എടുത്തിട്ടുണ്ട്. അന്ന് ഏഷ്യൻ്റെ മാപ്പിംഗ് പഠിച്ചുവെങ്കിൽ ഇന്ന് ഏഷ്യയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നമുക്ക് നോക്കാം. ഒന്നെന്താ, ഹയസ്റ്റ് മൗണ്ടൻ ആരാണ് ഏഷ്യയിൽ, ഇത് ഇത്രേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നോക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നമ്മളെ ക്ലാസ് കഴിഞ്ഞു. ഹയസ്റ്റ് മൗണ്ടൻ ഏതാ, മൗണ്ട് എവറസ്റ്റാ. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി എത്ര വരും, 8848 മീറ്റേഴ്സ് വരും. ലോങ്ങസ്റ്റ് റിവർ ഏതാ, ലോങ്ങസ്റ്റ് റിവർ യാങ്സെ റിവറാണ് ലോങ്ങസ്റ്റ് റിവർ. എവിടെയാണ് അത്, ചൈനയിലാണ്. ഓക്കെ, 6300. അതുപോലെ പിന്നെ പറയാം, ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാ, ഗോബി ഡെസേർട്ട് ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഡെസേർട്ട് ഇടാ താർ ഡെസേർട്ട് ആണ്. റീകോൾ ചെയ്യാൻ ശ്രമിക്കുക, താർ ഡെസേർട്ട് എവിടെ വരുന്നത്, ആരവല്ലിയുടെ പിൻഭാഗത്താണ് വരുന്നത്. നമ്മളെ 1/3 ഭാഗമാണ് ഇന്ത്യയിലുള്ളത്, ബാക്കി ഭാഗം എവിടെ കിടക്കുന്നത്, പാകിസ്ഥാനിലാണ് കിടക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഡെസേർട്ട്, ഡെസേർട്ട് മീനിങ് എന്താ, ഒട്ടും മഴയില്ല എന്നാണ്. മഴ എന്ന് പറഞ്ഞ സാധനമേ അവിടെ ഇല്ല എന്നാണ്. മഴ ഉണ്ടടാ, പക്ഷെ വളരെ കുറവാണ്. അത് കാരണം എന്താ, ഭയങ്കര ചൂടും തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അതാണ് ഡെസേർട്ടിൻ്റെ പ്രത്യേകത. ഡെസേർട്ടിൻ്റെ വെജിറ്റേഷൻ പഠിച്ചായിരുന്നു. പ്രത്യേകത എന്താ, കാക്ടസ് പോലത്തെ സാധനങ്ങളായിരിക്കും. അതായത് ലീവ്സ് എന്തിലോട്ടായിരിക്കും കൺവേർട്ട് ആയിരിക്കുന്നത്,
മുള്ളുകളായിട്ടായിരിക്കും കൺവേർട്ട് ആയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഡ്യൂ ടു വാട്ടർ പ്രിവെൻഷൻ, വാട്ടർ ലോസ് കുറച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന വാക്സി ലെയർ എന്തിനുണ്ട്? നമ്മുടെ കാക്ടസിനുണ്ട്. ഇത്ര സാധനം ഡെസേർട്ട് എന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു. ലാർജസ്റ്റ് കൺട്രി ഏതാ? റഷ്യയാണ്. റഷ്യയെ പറ്റി വേറെ എന്ത് പറയാൻ പറ്റും? റഷ്യയുടെ ക്യാപിറ്റൽ എന്താ? മോസ്കോ ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഞാൻ അന്ന് എഴുതിയിട്ടായിരുന്നു. ഓക്കെ, റഷ്യയാണ്. എത്ര ടൈം സോണാണ് റഷ്യയ്ക്ക്? 11 ടൈം സോണാണ് റഷ്യയ്ക്ക്. ഏറ്റവും കൂടുതൽ ടൈം സോൺ ഫ്രാൻസിനാണ്, 12 ടൈം സോണാണ് ഉള്ളത്. അതോടൊപ്പം ഇനി മോസ്റ്റ് പോപ്പുലസ് കൺട്രി ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് ഇന്ത്യ. ഒരു 2 വർഷം മുന്നേ അത് ചൈന ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? മറികടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയാണ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്നത് ബോർണെ, ഷെയർഡ് ബൈ മലേഷ്യ, ഇന്തോനേഷ്യ ആൻഡ് ബെർണെ. എവിടെയാണ് മലേഷ്യ, ഇന്തോനേഷ്യ, ബെർണെ വരുന്നത്? നമ്മുടെ ഇന്ത്യയുടെ സദേൺ ഭാഗത്തിൻ്റെ ഇപ്പുറത്തെ വശം. ഇപ്പുറത്തെ വശം എന്ന് പറയുമ്പോൾ പറയാം സൗത്ത് ഈസ്റ്റേൺ സൈഡിൽ കാണപ്പെടുന്ന ആളുകളാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മലേഷ്യ, ഇന്തോനേഷ്യ, ബ്രുണൈ എന്ന് പറയുന്നത്. ഹോട്ടസ്റ്റ് പ്ലേസ് ഏതാ? ഒബ്വിയസ്ലി ഒരു ഡെസേർട്ട് ആയിരിക്കും. എവിടുത്തെ ഡെസേർട്ട്? ഇറാനിലൊരു ഡെസേർട്ട്, ലോട്ട് ഡെസേർട്ടിലാണ് ഹോട്ടസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. കോൾഡസ്റ്റ് പ്ലേസ് സൈബീരിയ, റഷ്യയിലുള്ള സൈബീരിയൻ ഏതാ കോൾഡസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം ലാർജസ്റ്റ് ലേക്ക് ഏതാ? കാസ്പിയൻ സീ ആണ്. കാസ്പിയൻ സീ നിങ്ങൾക്ക് റീകോളെ വരെ നോക്കുക. കാസ്പിയൻ സീയിൽ നമ്മൾ 5 പേരാണ് കാസ്പിയൻ സീൻ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കവർ ചെയ്തിരിക്കുക. നമ്മൾ പഠിച്ചായിരുന്നു. ആ മെൻ്റൽ ഇമേജ് എന്ത് ചെയ്യുക? മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറയുന്നില്ല, നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഓക്കെ ശരി. ഹയസ്റ്റ് ക്യാപിറ്റൽ സിറ്റി, ഏറ്റവും വലിയ ക്യാപിറ്റൽ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കാഠ്മണ്ഡു, നേപ്പാളിലാണ്. എന്തുകൊണ്ടാണ്? ഹയസ്റ്റ് ക്യാപിറ്റൽ സിറ്റി മീനിങ് എന്താ? ഒരു ഏറ്റവും പൊക്കം, അതായത് നമ്മൾ ഇന്ത്യ എങ്ങനെ ഇരിക്കുന്നത്? ഒരു ചരിഞ്ഞ പ്രതലത്തിലായിരിക്കുന്നത്, അതായത് ഒരു ചരിവുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ആ ചരിവിൽ ഏറ്റവും മേലിരിക്കുന്ന ആരാ? ചരിവിൽ ഏറ്റവും മേലിരിക്കുന്നത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കാഠ്മണ്ഡു, നേപ്പാളാണ് ഏറ്റവും മേളിൽ ഇരിക്കുന്നത്. ഓക്കെ ഫൈൻ, ശരി. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് വരുന്നത് എങ്ങോട്ടാണ്? നമ്മൾ വരുന്നത് സ്ട്രേറ്റ്സിലോട്ടാണ്. സ്ട്രേറ്റ്സിൽ നമുക്ക് ഇനി ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കെല്ലാം ഓർത്തിരിക്കാനുള്ള മെൻ്റൽ കപ്പാസിറ്റി ഹ്യൂമൻസില്ല. കാരണം ഡിഫോൾട്ട് സെറ്റിംഗ് എന്താ? മറക്കുക എന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ സ്ട്രേറ്റ് ഓഫ് മലാക്ക എപ്പോഴും മനസ്സിലാക്കുക. 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് തന്നെ ലൊക്കേഷൻ, പിന്നെ അത് എന്തിനൊക്കെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ 2 കാര്യങ്ങൾ. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് മലാക്ക എടുക്കുകയാണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ സുമത്ര, അതായത് ഇന്തോനേഷ്യ. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. കൺട്രീസ് എന്ന് പഠിച്ചാൽ മാത്രം മതി. ഏതൊക്കെയാണ്? ഇന്തോനേഷ്യയും മലേഷ്യയും തമ്മിലാണ് എന്ത് വരുന്നത്? സ്ട്രേറ്റ് ഓഫ് മലാക്ക വരുന്നത്. ഇനി ഇത് ആരൊക്കെ കണക്ട് ചെയ്യുന്നു? ആൻഡമാൻ സീ ആൻഡ് സൗത്ത് ചൈന സീ. അതായത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന സാധനം ഏത് ഭാഗത്താണ് ഈ സാധനങ്ങൾ കാണപ്പെടുന്നത് എന്നാണ് എൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സ്ട്രേറ്റ് ഓഫ് മലാക്ക എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ. ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ കാണുന്ന ഒരു നാരോ പാത്വേ ആണ് സ്ട്രേറ്റ്. വെള്ളത്തിൽ കാണപ്പെടുന്ന പാത്വേ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കണക്ട് ചെയ്യുന്ന ആരൊക്കെയാ? ഇപ്പോൾ ഇവിടെ മലേഷ്യയും ഇവിടെ ഇന്തോനേഷ്യ ആണെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കും? ഈ ഭാഗത്ത് ആൻഡമാൻ സീ ആയിരിക്കും. ഇപ്പുറത്തെ ഭാഗത്ത് എന്തായിരിക്കും? സൗത്ത് ചൈന സീ. ഓക്കെ ഫൈൻ, ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? സ്ട്രേറ്റ് ഓഫ് മലാക്കിൽ വരുന്നത്. അടുത്ത സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ വരുവാണെങ്കിൽ, ഹോർമസ് പ്രൊനൗൺസിയേഷൻ എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ വരുവാണെങ്കിൽ എന്താ? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് അറേബ്യൻ പെനിൻസുല. ഇറാനും പെനിൻസുലയ്ക്കും ഇടയ്ക്കാണ് എന്ത് വരുന്നത്? സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വരുന്നത്. സോ ആരൊക്കെ തമ്മിലാ? ഇറാൻ ആൻഡ് അറേബ്യൻ പെനിൻസുല. ഇനി ആരൊക്കെ കണക്ട് ചെയ്യുന്നു? പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാൻ. ഇനി അടുത്ത ആൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാ? പാക് സ്ട്രേറ്റ്. ഈ പറയുന്ന 5 എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാ? പാക് സ്ട്രേറ്റ് ആണ്. കാരണം അത് ഇന്ത്യയിലെ പറ്റി പറയുന്നത്. എന്താ? നിങ്ങൾ തമിഴ്നാടും ജഫ്ന വേണ്ട, ജസ്റ്റ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള എന്താ ചെറിയൊരു സെപ്പറേഷനാണ് എന്ന് പറയുന്നത് പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എവിടെയൊക്കെ കിടക്കുന്നത്? എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്ന? ബേ ഓഫ് ബംഗാളിനെ പാക് ബേയിലോട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഈ 2 സാധനം ചിലപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കാണുന്നതായിരിക്കും. എന്താ? സണ്ട സ്ട്രേറ്റ് ആൻഡ് സ്ട്രേറ്റ് ഓഫ് ടാർട്ടറി. ഓക്കെ, അപ്പോൾ സൺഡേ സ്ട്രേറ്റ് എടുക്കുകയാണെങ്കിൽ ജാവയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ആണ് ലൊക്കേഷൻ വരുന്നത്. ആരൊക്കെ കണക്ട് ചെയ്യുന്നു? ജാവ സീ ആൻഡ് ഇന്ത്യൻ സീനെ കണക്ട് ചെയ്യുന്നു. ആൻഡ് സ്ട്രേറ്റ് ഓഫ് ടാർട്ടറി എടുക്കുകയാണെങ്കിൽ സഖ്ലൈൻ ഐലൻഡ് ആൻഡ് റഷ്യൻ മെയിൻലാൻഡ്, ഈ 2 പേരാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. കണക്റ്റ് അല്ല, കാണപ്പെടുന്നത്, ലൊക്കേഷൻ കാണപ്പെടുന്നത്. ആരൊക്കെ കണക്ട് ചെയ്യുന്നത്? സീ ഓഫ് ജപ്പാനെയും അതോടൊപ്പം ഓക്സോട്സ് സീ. പ്രൊനൗൺസിയേഷൻ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ജാപ്പനീസ് സൈഡ് ആയതുകൊണ്ട് ഫൈൻ. അപ്പോൾ ഇത്രയാണ്
നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ട്രേറ്റുകളുടെ പേരെന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇനിയും ഉണ്ടടാ, ഞാൻ ലിസ്റ്റിൽ ഇത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. സോ യു ഗെറ്റ് എ ഐഡിയ. ഓക്കെ, ബാക്കി സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷൻ ഇടുക. നിങ്ങളത് കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഫൈനൽ ക്ലാസ് ആണ്. സോ ഇന്നെങ്കിലും എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു 2 എക്സ്ട്രാ സ്ട്രേറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്തിടുക. ഓക്കെ ഫൈൻ. അടുത്ത് നമുക്ക് വരാം ആഫ്രിക്ക. ആഫ്രിക്കയിലോട്ട് വരുമ്പോഴത്തേക്കും ആഫ്രിക്ക എവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഇത് ഏഷ്യ, ഇവിടെ യൂറോപ്പ് ആണെങ്കിൽ ആഫ്രിക്ക ഏത് ഭാഗത്ത്, ആഫ്രിക്ക ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഇവിടെ ഏഷ്യ ആണെങ്കിൽ ഏഷ്യ, ഇവിടെ യൂറോപ്പ്, ആഫ്രിക്ക ഈ ഭാഗത്താണ്. കാരണം ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ പല കണക്ഷൻ എന്തുണ്ട്, ഇവിടെ കാണപ്പെടാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. ഓക്കെ, സോ ആഫ്രിക്കയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞായിരുന്നു, പെട്ടെന്ന് ഒന്നുകൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പറയാം. എന്താ, മൗണ്ട് കിളിമഞ്ചാരോ ഡോർമെന്റ് സ്ട്രാറ്റോ വോൾക്കാനോ വിത്ത് 3 വോൾക്കാനിക് കോൺസ്. ഡോർമെന്റ് വോൾക്കാനോ എന്ന് വെച്ചാൽ എന്താ, ഇപ്പം എന്തില്ല, വർക്കിംഗ് അല്ല. വർക്കിംഗ് കേസിൽ നമുക്ക് മെയിൻലി 3 തരം വോൾക്കാനോ ഉണ്ട്. അതിൽ ഒന്നാണ് ഡോർമെന്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സിഡർ വോൾക്കാനോ ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, ടൈപ്സ് ഓഫ് വോൾക്കാനോ പഠിപ്പിച്ചപ്പോഴത്തേക്കും ഓർത്തെടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത്. ഓക്കെ, പെട്ടെന്ന് തീർക്കാം, നമുക്കിത് അധികം ഇട്ട് നിരക്കുന്നില്ല. സോ ഇത് ഓർത്തിരിക്കുക, 3 കോൺസ് ഉണ്ട്. ഏതൊക്കെയാ, കീബോ, മൗൺസെ ആൻഡ് ഷീര. കീബോ, മൗൺസെ ആൻഡ് ഷീര. ആൻഡ് ദിസ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. കിളിമഞ്ചാരോ, ഈ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അല്ലട, ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലത്തിലെ അവിടുത്തെ നാഷണൽ പാർക്കാണ് എന്തെന്ന് പറയുന്നത്, കിളിമഞ്ചാരോ നാഷണൽ പാർക്ക്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്താ, 1973. ഈ വർഷം ഓർത്തിരിക്കുക. ഈ വർഷമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് നിങ്ങൾ മിക്കതും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ അധികം ഇന്നൊന്നും പറയത്തില്ല ഇൻ സെൻസ് മീൻസ് റീകോൾ ചെയ്യണതെല്ലാം ഇന്ന് നിങ്ങളാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ സഹായിക്കാറുണ്ട്, ഇന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്തെന്താ, നൈൽ. ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എവിടെയാ, ആഫ്രിക്കയിലാണ് നൈൽ. കാരണം എന്തുണ്ടാ, ഈജിപ്റ്റും ഇവിടെയാണ് കാണപ്പെടുന്നത് ഒബ്വിയസ്ലി. അടുത്ത് കോങ്കോ റിവർ എന്ത് ചെയ്യുന്നു, കട്ട്സ് ദ ഇക്വേറ്റർ ട്വൈസ്. ഇക്വേറ്ററിനെ 2 വട്ടം കണക്ട് ചെയ്യുന്ന ആരെന്ന് പറയുന്നത്, കോങ്കോ റിവർ എന്ന് പറയുന്നത്. കോൺഗോ ഒരിക്കൽ വന്നു പിന്നെ പോയി, അപ്പോൾ കോൺഗോ എന്താ, ഇക്വേറ്ററിനെ 2 വട്ടം കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ലിംപോപ്പോ, അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും, ഓൺഗോ എന്ന് വെച്ചാൽ ഗോഗോ ഒരു സിനോണിം പോലെ, ഇവിടെ എന്താ പോപ്പോ എന്ന് വെച്ചാൽ ഗോഗോയും പോപ്പോയും. അപ്പൊ എന്താ, എന്തിനും 2 വട്ടം കട്ട് ചെയ്യുന്നു എന്നൊരു മീനിങ് അവിടെ ഉണ്ട്. അപ്പോൾ കോൺഗോ എടുക്കുവാണെങ്കിൽ ഇക്വേറ്ററിനെ 2 വട്ടം കട്ട് ചെയ്യുന്നുണ്ട്. ലിംപോപ്പോ എടുക്കുവാണെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനെ 2 വട്ടം കട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അത് വേണ്ട, ഇത്രയാണ് ആഫ്രിക്കയിൽ നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നോർത്ത് അമേരിക്ക എത്തി. ഞാൻ പറഞ്ഞു നോർത്ത് അമേരിക്കയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരൊക്കെയാ, റീകോളേ, അമേരിക്ക, USA, താഴെ മെക്സിക്കോ, പിന്നെ മേലിലാരാ, മേലിൽ കാനഡ, പിന്നെ ഇവിടെ അലാസ്ക. ഗ്രീൻവിച്ച് എവിടെ വരും, ഏറ്റവും ഇപ്പുറത്ത് വരും. അതാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ആ എയറിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കല് സാർ എന്താ മാപ്പ് ഇടാത്തെ. കാരണം അത് കഴിഞ്ഞു, ഞാൻ മാപ്പിംഗ് ചെയ്ത് നിങ്ങളെ മനസ്സിലായ ഇമേജ് പതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിനെ അതിനെ റീകോൾ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നതാണ്. അല്ലാതെ നമ്മൾ മാപ്പ് നോക്കി ചെയ്യണം, നമ്മുടെ മനസ്സിൽ പതിയത്തില്ല. എനിക്ക് ഓർമ്മ വരുന്നത് എന്തുകൊണ്ട്, എന്നെ റീകോൾ ചെയ്യുന്നത്, നമ്മൾ റീകോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാം, വരച്ച് കാണിച്ചു തരാം. ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇവിടെ മെക്സിക്കോ, ഇവിടെ USA, ഇവിടെ കാനഡ, ഈ ഭാഗത്ത് അലാസ്ക, ഈ ഭാഗത്ത് ഗ്രീൻവിച്ച് ഐലൻഡ് എന്താ, ലാർജസ്റ്റ് ഐലൻഡ് ഓഫ് ദ വേൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കൺട്രി ഏതാ, സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് പറയുക. നിങ്ങൾ തന്നെയാണ് ഇന്ന് എല്ലാം മെയിൻ ടാർഗറ്റ് ലൈറ്റ് എല്ലാം നിങ്ങൾ പുറത്ത് വീഴുന്നത്. സോ നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഇനി നമ്മൾ നേരത്തെ സ്ട്രെയിറ്റിൽ ഞാൻ എന്തുകൊണ്ട് അത്ര പേര് ഇൻക്ലൂഡ് ചെയ്തത്, അതായത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ സ്ട്രെയിറ്റ് പഠിപ്പിച്ചു, ഈ സാധനം ഞാൻ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് ചെയ്തിട്ട് പഠിപ്പിച്ചേ, ഇത് നമ്മുടെ ഏഷ്യൻ ഭാഗത്ത് ആ സൈഡിലൂടെ നിൽക്കുന്ന, മെയിൻലി ഈ സൈഡിലൂടെ നിൽക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഈ സൈഡ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ട ആരാ, ഏഷ്യയാണ്. ഓക്കെ, ഏഷ്യയുടെ സൈഡിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇത്രയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത്രയും പേരെ എടുത്തു. ഇപ്പുറത്ത് വരുമ്പോൾ നോർത്ത് അമേരിക്കൻ സൈഡിൽ കാണപ്പെടുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് ഏത്, ബെറിംഗ് സ്ട്രെയിറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള സാധനമാണ് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നു, എന്തിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം. കണക്ട്സ് ദി ആർട്ടിക് ഓഷൻ ടു ദി പസഫിക് ഓഷൻ. ആർട്ടിക് ഓഷനെ പസഫിക് ഓഷനുമായി എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു.
ഈ ആർട്ടിക് ഓഷൻ പസഫിക് ഓഷൻ എവിടെയാണ് കിടക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ എന്ത് ചെയ്യാം, 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, ഞാൻ അതും കൂടെ കാണിച്ചു തരാം. അവസാനം പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ശരി. കണക്ട്സ് എന്തിനൊക്കെയാ? ആർട്ടിക്കിനെയും പസഫിക്കിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കോഡ് നമുക്ക് ഇടാൻ പറ്റുമോ? റിങ് എന്തിനാ? അത് വേണ്ട, കോഡ് വേണ്ട. റിങ് പസഫിക് ആർട്ടിക് വേണ്ട, കോഡ് വേണ്ട. നിങ്ങൾ എൻ്റെ കോഡ് പഠിക്കാൻ വേറെ കോഡ് സ്കീമായി പോകും. എന്തിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു? ഏഷ്യനെയും നോർത്ത് അമേരിക്കൻ. അപ്പോൾ ഏഷ്യ എവിടെ, നോർത്ത് അമേരിക്ക എവിടെ? മനസ്സിൽ കൊണ്ടുപോകാം, ഏഷ്യ നോർത്ത് അമേരിക്ക. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ആര്? ബെറിങ് സ്ട്രേറ്റ്. അപ്പോൾ ബെറിങ് സ്ട്രേറ്റ് ആരെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്? ആർട്ടിക് എവിടെയാ? ഏറ്റവും മണ്ടയില. അപ്പോൾ ആർട്ടിക് മേലിൽ, ആർട്ടിക് ഓഷൻ മേലിൽ, പസഫിക് ഓഷൻ താഴെ. അപ്പോൾ രണ്ടിനെ കണക്ട് ചെയ്തല്ലേ? ജസ്റ്റ് തിങ്ക്, ഇമാജിൻ, യൂസ് യുവർ ഇമാജിനേഷൻ പീപ്പിൾ, യൂസ് യുവർ ഇമാജിനേഷൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എവിടെ? നോർത്ത് അമേരിക്കയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 മൗണ്ടൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? റോക്കി ആൻഡ് അപ്പലാച്ചിയൻ മൗണ്ടൻ. റോക്കി ആൻഡ് അപ്പലാച്ചിയൻ മൗണ്ടൻ. ആൻഡ് 5 ലേക്കുകളുടെ പേര് ഞാൻ ഇന്നലെ തന്നായിരുന്നു. പേര് നിങ്ങൾ പഠിച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ 5 ലേക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? നോർത്ത് അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്കയിൽ എവിടെയാണ് നിങ്ങൾ പറയുക. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1 by 1 എന്ത് ചെയ്യുക? ടൈം സ്ലോട്ടിൽ ഉൾപ്പെടുത്തി ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ പങ്കെടുത്താൽ അത്ര സന്തോഷം. കാരണം നിങ്ങൾ എല്ലാവരുടെയും കമൻസിനെ വായിക്കാൻ വേണ്ടി പോകാറുണ്ട്, പക്ഷെ ഒരു കമൻറ്റ് പോലും കാണാറില്ല. സോ യാ, ഓൾ ഇസ് വെൽ, ഫൈൻ. സോ ഇത്രയാണ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയുടെ ഇമ്പോർട്ടൻസ് സാധനങ്ങൾ. നമുക്ക് ഈ ചവറോല ഇനി എനിക്ക് ആഡ് ചെയ്യാം. ഇനി പറയാം, നമുക്കെന്ത് പറയാം? ഇതിൽ ഇത്ര ഇതുണ്ട്, ഇതിൽ കൂടി ഇത് ഇങ്ങനെ റിവർ ഇത്ര ഉണ്ട്, റിവർ ഇവിടെയാണ് ഒറിജിൻ, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ എൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഏഷ്യയിൽ ഒരു ബോക്സ് പിടിച്ചത്, അതുപോലെ എനിക്ക് ഇവിടെ ഇടാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത്രയും നമ്മൾ തലയ്ക്കകത്ത് ഇട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ആദ്യം ഏറ്റവും വെയിറ്റേജ് ഉള്ള സാധനം നോക്കുക. ഏറ്റവും വെയിറ്റേജ് ഇന്ത്യൻ ജോഗ്രഫിയാണ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുള്ളൂ. അത് നന്നായിട്ട് കമാൻഡ് പിടിക്കുക. അതിനാണ് ഞാൻ അവിടെ എന്ത് ചെയ്തത്? ഭയങ്കര കൺസെപ്ച്വലി എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു? ഓർത്ത് നോക്കുക. മൺസൂൺ എന്തുകൊണ്ട്, എങ്ങനെ, പിന്നെ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്തുകൊണ്ട് ഷിഫ്റ്റ് ആവുന്നു, എങ്ങനെ വന്നു പഠിപ്പിച്ചു. കൺസെപ്ച്വലിയാണ് പഠിപ്പിച്ചത്. ഇനി റെയിൻ എന്തുകൊണ്ട് വരുന്നു, റിട്രീറ്റ് മൺസൂൺ എങ്ങനെയാണ് വരുന്നത്, എവിടെയൊക്കെ, എല്ലാം ഞാൻ മാക്സിമം കൺസെപ്ച്വലിയാണ് പഠിപ്പിച്ചത്. മാത്സ് പഠിപ്പിക്കുന്ന പോലെ തന്നെ GKയും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വളരെ കൺസെപ്ച്വലി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നോക്കുക. കാരണം എനിക്ക് ഡൗട്ട് വരുമ്പോൾ ഞാനും എടുത്ത് നോക്കുന്നത് അത് തന്നെയാണ്. കാരണം ഞാൻ എനിക്ക് വേണ്ടി കൂടെ പഠിപ്പിക്കുന്ന അവിടെ. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഡൗട്ട് വരുമ്പോൾ എനിക്കും എടുത്ത് നോക്കാം. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ ഒരു സാധനം വിട്ടിട്ടില്ല അതിൻ്റെ പ്രൂഫാണ്. ഓക്കെ, ഫൈൻ. സോ ഇത്രയേ ഉള്ളൂ ഏതെന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. നമ്മളപ്പോൾ സൗത്ത് അമേരിക്ക എത്തി. സൗത്ത് അമേരിക്കയിൽ എന്താ ഉള്ളത്? ഇത്ര മാത്രം നിങ്ങൾ സൗത്ത് അമേരിക്കയിൽ പഠിച്ചാൽ മതി. 2 മൗണ്ടൻ റേഞ്ചസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡീസ് പർവ്വതനിരകളും മൗണ്ട് അക്കൺഗ്വാവോ. പ്രൊനൗൺസിയേഷൻ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഏതൊക്കെയാണ്? ആൻഡീസ് പർവ്വതനിരകളും പിന്നെന്താ? മൗണ്ട് അക്കൺഗ്വാ. ഇവരെ പറ്റി എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? നിങ്ങളുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളത് ചോദിക്കുകയായിരുന്നു. നിങ്ങളുടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? നോട്ട് നോക്കുക. നമ്മളിപ്പോൾ ആരെ അടുത്ത്? സൗത്ത് അമേരിക്ക അല്ല, നോർത്ത് അമേരിക്ക ആണോ? സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക എടുക്കുമ്പോൾ എവിടെ സൗത്ത് അമേരിക്ക? ഓക്കെ, ആൻഡീസ് പർവ്വതനിരകളെ പറ്റി പറയുമ്പോൾ ആൻഡീസ് മൗണ്ടൻ പറയാം. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ചെയിൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ചെയിൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ് ഓൺ ലാൻഡ്. ലോങ്സ്റ്റ് chain of mountain on land. ഏറ്റവും നീളം ഏറിയ ആളാണ് ഇതെന്ന് പറയുന്നത്. ഏതൊക്കെ കൺട്രീസിൽ കൂടെ പാസ് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 കൺട്രീസിൽ പാസ് ചെയ്യും. 7 കൺട്രീസിൽ കൂടെ പാസ് ചെയ്യും. 7 കൺട്രീസിൽ കൂടെ പാസ് ചെയ്യും. കൺട്രീസിൻ്റെ പേര് വേണോ? ഞാൻ കൺട്രീസിൻ്റെ പേരും കൂടെ ജസ്റ്റ് എഴുതിയിടാം. ചിലി, വെനിൻസുവല. സ്പെല്ലിംഗ് നോക്കുവാണ്, തെറ്റിക്കാതിരിക്കാൻ. BENEZELA. വെനസ്വേല. അടുത്ത് കൊളംബിയ, പെറു, ഇക്വേഡർ. സ്പെല്ലിംഗ് ECUADOR, ഇക്വേഡർ. ബൊളിവിയ ആൻഡ് അർജന്റീന. അർജന്റാണ് ആർക്ക്? ആൻഡീസിന്. എവിടെ പോവാൻ? കുടുംബശ്രീയിൽ പോവാൻ. അപ്പോൾ എന്തൊക്കെയാ ആൻഡീസിൽ? 7 ഉണ്ടോടാ? 1, 2, 3, 4, 5, 6, 7 പേര്. അപ്പോൾ എന്തൊക്കെയാ? ചിലി,
വെനൻസുവേല, കൊളംബിയ, പെറു, യുക്കഡോർ ആണ്. അത് എഴുതി കൊളാക്കിയിട്ടുണ്ട് ഞാൻ നന്നായിട്ട്. ഒന്നുകൂടെ പറയുക. ചിലി, വെനൻസുവേല, കൊളംബിയ, പെറു, ഇക്വഡോർ, ബൊളിവിയ, അർജന്റീന. എങ്ങനെയാണ് പോകുന്നത് ഇത്? ഈ ഒരു ലൈനിലാണ് പോകുന്നത്. അതാണ് ഇത്രയും കൺട്രീസ് വരുന്നത് അതിൽ. അതായത് മാപ്പിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മനഃപൂർവ്വം ചെയ്തത്. മനസ്സിൽ ഓക്കെ. ആൻഡ് സക്സസ്ഫുള്ളി ഞാൻ എല്ലാം റബ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ പറയാൻ വന്നിതായിരുന്നടാ, നമ്മുടെ സൗത്ത് അമേരിക്ക ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇതിലിങ്ങനെയാണ് ആൻഡീസ് പർവ്വതനിരകൾ പോകുന്നത്. ഇത്ര ഇങ്ങനെ പോകുന്നുണ്ട്. 7 കൺട്രീസിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, വിച്ച് വൺ ഓഫ് ദി ഓപ്ഷൻസ്, ഈ കിടക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആൻഡീസ് പർവ്വതനിരയിൽ കടന്ന് പോവാത്ത കൺട്രി എന്നേ ചോദിക്കുള്ളൂ. നമുക്ക് 7 ഉണ്ട്. അപ്പോൾ 7ൽ 3 അവർ പിക്ക് ചെയ്യും, 4-മത്തത് ബന്ധമില്ലാത്ത ഒരാളിടും. അതങ്ങനെ ക്വസ്റ്റ്യൻ അവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞത്. ആൻഡീസിനെ പറ്റി ഇത്രയേ ഉള്ളൂ. ഇനി മൗണ്ട് അക്കങ്കുവാനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ആൻഡീസ്. ആൻഡീസിലെ ഹയസ്റ്റ് പീക്ക്, ആൻഡീസ് പർവ്വതനിരകളിലെ ഹയസ്റ്റ് പീക്കാണെന്ന് പറയുന്നത് മൗണ്ട് അക്കങ്കുവ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫൈൻ. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. നമ്മൾ അടുത്തിലോട്ട് പോകുന്ന ആരാ? യൂറോപ്പിലും നമുക്ക് വീണ്ടും 2 മൗണ്ടൻ റേഞ്ചസേ ഉള്ളൂ. അതൊക്കെയാ ആൽപ്സും ഉറാൽ മൗണ്ടനും അല്ലേ? ആൽപ്സും ഉറാൻ മൗണ്ടനും. അയ്യോ നോട്ട് പോയി. One second brothers, not working properly. തൽക്കാലം ഈ 2 പേരാണെന്ന് നോക്കുക. കാരണം ഞാൻ ലൈവാണെന്ന് പ്രതീക്ഷയായിരുന്നു വന്നത്. പക്ഷേ ലൈവ് പറ്റിയത് റെക്കോർഡിംഗ് ആയിരുന്നു. ലൈവ് പ്രതീക്ഷ വന്നത് നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ഇടാമെന്ന് വിചാരിച്ചു വന്നത്. പക്ഷേ തൽക്കാലം 2 മൗണ്ടൻ നിരകൾ, ആൽപ്സും യുറാൽ മൗണ്ടനും. എവിടെയാണ് വരുന്നത്? യൂറോപ്പിലാണ്. യൂറോപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 പേരെ വരത്തുള്ളൂ. ഓക്കെ. ഓഷ്യാനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓസ്ട്രേലിയയും അതോടൊപ്പം ബാക്കിയുള്ള ഐലൻഡ് കൺട്രീസിനും കൂടെ ചേർത്താണ് എന്ത് വരുന്നത്? ഓഷ്യാന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഒറ്റയ്ക്ക് ഒരു കോണ്ടിനെൻ്റ് ആണെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ മൊത്തം ആളുകൾ ചേർക്കുകയാണെങ്കിൽ ഓഷ്യാന. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ ആർട്ടിക്കും അന്റാർട്ടിക്കയുണ്ട്. അതെന്താ? വളരെ സിമ്പിളാണ്. അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും മണ്ടയിൽ, ആർട്ടിക് എന്ന് വെച്ചാൽ ഏറ്റവും താഴെ. ഓക്കെ ഫൈൻ. വേൾഡ് മാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം അതും കൂടെ പറയാം. വേൾഡ് മാപ്പിൽ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് എല്ലാ കൺട്രീസും വരച്ചിടാം. അന്റാർട്ടിക്ക ആർട്ടിക്ക എവിടെ വരുന്നത് പെട്ടെന്നൊരു സംശയം എനിക്ക്. അതെ, അന്റാർട്ടിക്ക താഴെ തന്നെയാണ്. സോ പോകുന്ന രീതി ഇതാ. നമ്മൾ അന്ന് വരച്ചിങ്ങനെ ഇവിടെ ഏഷ്യ വരും. ഏഷ്യ സൈഡിൽ യൂറോപ്പ്, താഴെ ആരാ? ആഫ്രിക്ക. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നോർത്ത് അമേരിക്ക, ഇവിടെ സൗത്ത് അമേരിക്ക, ഏറ്റവും മണ്ടയിൽ ആർട്ടിക്, ഏറ്റവും താഴെ അന്റാർട്ടിക്. ഞാൻ നോക്കട്ടെ എല്ലാം ഞാൻ വരച്ചോന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. അന്റാർട്ടിക് 1 2 3 4 5 6 7 കോണ്ടിനെന്റ്സ് ആയി. കറക്റ്റാണ്. 7 കോണ്ടിനെന്റ്സ് ആയി. കറക്റ്റാണ്. സോ ഇത്രയാണ് നമ്മളെ കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള റിവേഴ്സ് അല്ലല്ലോ, ഓഷ്യൻസ് അല്ല, സോറി, ഓഷ്യൻസ് കൂടെ ഉണ്ട്. അത് പറയുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ. ഒരാളെ മറന്നല്ലോ. 1 2 3 4 5 6 7. ആർട്ടിക് കോണ്ടിനെന്റിലെ ആർട്ടിക് ഏറ്റവും മേലത്തെ ഭാഗമാണ്. ആർട്ടിക് റീജിയൻ ആണ്.
ആർട്ടിക് ഓഷൻ ഇവിടെയാണ് കാണുന്നത്, അതുകൊണ്ട് ആർട്ടിക് എന്ന് എഴുതിയത്. ഇറ്റ്സ് നോട്ട് എ കോണ്ടിനെന്റ്. ഏറ്റവും ലാസ്റ്റ് കോണ്ടിനെന്റ് ഇവിടെ ഓസ്ട്രേലിയ. ജസ്റ്റ് അത് മാത്രം റബ്ബ് ചെയ്യാം. ഓക്കെ, ഇത്രയും കോണ്ടിനെന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നിലവിൽ നമ്മളെ വേൾഡിലുള്ളത്. നിലവിലോ ഇപ്പം ഭാവിയിൽ കൂടോ? എന്തുകൊണ്ട് കൂടിക്കൂടാ? സൗത്ത് അമേരിക്കയിൽ ഈ ഭാഗം ഒന്ന് മുറിഞ്ഞ് ഇങ്ങോട്ട് പോയാൽ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഈ ഭാഗം മുറിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ 8ാമത്തെ കോണ്ടിനെന്റായി. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഭാവിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം. ഭാവിയിൽ എന്ന് പറയുമ്പോൾ അടുത്ത വർഷമല്ല, 1000 വർഷങ്ങൾ കഴിയുമ്പോൾ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താ, ഞാൻ ഓഷ്യൻസ് കൂടെ പെട്ടെന്നൊന്ന് പറയാം. അപ്പോൾ ഓഷ്യൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഇവിടെ അറ്റത്ത് വരുന്നത് എന്താ, പസഫിക് ഓഷൻ ആണ്. ഇവിടെ പസഫിക് ഓഷൻ. പിന്നെ ഓസ്ട്രേലിയയിലെ ആഫ്രിക്ക ഇവിടെയാണ് വരുന്നത്. ആഫ്രിക്ക സ്ഥലം അല്പം മാറിപ്പോയി ഗൈസ്. ആഫ്രിക്ക ഇങ്ങോട്ട് വാ. ആഫ്രിക്ക അവിടെ. ഇനി എനിക്ക് വരയ്ക്കാം. ഇവിടെ ഇന്ത്യൻ ഓഷൻ, ഇവിടെ ഇന്ത്യൻ ഓഷൻ. ആഫ്രിക്കയുടെ ഇപ്പുറത്ത് അറ്റ്ലാന്റിക് ഓഷൻ. ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ, ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷൻ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അറ്റ്ലാന്റിക് ഓഷൻ. വീണ്ടും ഇപ്പുറത്ത് വീണ്ടും എന്തായിരിക്കും, വളരെ ജിയോഡല്ലേ, സ്പെറിക്കൽ ഷേപ്പല്ല. അപ്പോൾ ഇവിടെ എന്താ, പസഫിക് ഓഷൻ. ഇത്ര തന്നെയാണോ? ഇത്ര പേരാണോ? പിന്നെ സദേൺ ഓഷൻ ഏറ്റവും താഴെ. സദേൺ ഓഷൻ ഏറ്റവും താഴെ. ആർട്ടിക് ഓഷൻ ഏറ്റവും മേലെ. 1 2 3 4 5. 1 2 3 4 5. 5 ഓഷ്യൻസും ആയി. ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് വേൾഡ് ജിയോഗ്രഫി പറ്റിയുള്ള സാധനങ്ങൾ. ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക ഒറ്റ ചെയിൻ. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒറ്റ ചെയിൻ. ഓസ്ട്രേലിയ ഒറ്റയ്ക്ക്. പിന്നെ അന്റാർട്ടിക്ക ഏറ്റവും താഴെ. വരുന്ന ഓഷ്യൻസ് ഇങ്ങനെയാണ്. പസഫിക് ഓഷൻ, ഇങ്ങറ്റത്ത് പസഫിക് ഓഷൻ, ഏറ്റവും നടുക്കാര അറ്റ്ലാന്റിക് ഓഷൻ. ഏറ്റവും മേൽ ആർട്ടിക്, ഏറ്റവും താഴെ സദേൺ ഓഷൻ. ഏഷ്യയും ഓസ്ട്രേലിയയ്ക്ക് ഇടയ്ക്ക് ഇന്ത്യൻ ഓഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ വേൾഡ് ജിയോഗ്രഫിയുടെ സാധനങ്ങൾ. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നു, വേൾഡ് ജിയോഗ്രഫിയുടെ ഐഡിയാസും കഥാകഥനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എന്തിലോട് ചാടാം? നമുക്കിനി ക്വസ്റ്റ്യൻസിലോട് ചാടാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എത്ര ക്വസ്റ്റ്യൻ? സൗത്ത് വെസ്റ്റ് ഏഷ്യ. സോറി ഗൈസ്, ഞാൻ PPT ഉണ്ടാക്കിയ സമയത്ത് ഈ സാധനം മാറ്റാൻ പറ്റും. ഞാൻ പറയാത്ത പോയിന്റുകൾ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് വറി. ഇവിടെ നോക്കാം. ദ ഗ്രേറ്റ് ബാരിയർ റീഫ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി? ഇത് ഞാൻ നിങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചപ്പോൾ, റിലീഫ് ഫ്യൂച്ചേഴ്സ്, ഓഷ്യൻ റിലീഫ് ഫ്യൂച്ചേഴ്സ് പഠിപ്പിച്ച സമയത്ത്, അല്ലെങ്കിൽ ജിയോ മോർഫോളജി പഠിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു തന്നെയാണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് പാസ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? ഏതൊക്കെ കൺട്രീസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നാ ചോദിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഒരു മിനിറ്റ് സമയം പോരെ? ഒരു മിനിറ്റ് ആണ്, 15 സെക്കൻഡ് പോരെ? നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തറിയാം, ഹിമാലയാണ് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് മൗണ്ടൻ എന്ന്. അത് പാസ് ചെയ്യുന്നത് ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ, നേപ്പാൾ ആൻഡ് ഭൂട്ടാനിൽ കൂടെയാണ് കടന്ന് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ഏതാണെന്ന് എന്തേക ശ്രമിച്ചേ. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ. വളരെ ലളിതമാണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ. എന്താ? ആമസോൺ, ഒബ്വിയസ്ലി. പക്ഷേ പോയിന്റ് എന്താ? സൗത്ത് അമേരിക്കയിലാണ് എന്ത് കാണപ്പെടുന്നത്? ആമസോൺ കാണപ്പെടുന്നത്. അമേരിക്ക ആമ. ആഫ്രിക്ക എന്ന് ചിന്തിച്ചു നോക്കല്ലേ. കാരണം ആഫ്രിക്കയിൽ എന്തുണ്ട്? ആഫ്രിക്കയിൽ നൈല. ഇവിടെ ആരാ? സൗത്ത് അമേരിക്കയിൽ ആരുള്ളത്? ആമസോൺ. രണ്ടും തിരിഞ്ഞു പോരുത്. കാരണം ആഫ്രിക്ക കേൾക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് നമ്മൾ ബ്രെയിൻ ഡിഫോൾട്ടായിട്ട് എന്ത് പറയും? ആമസോൺ ആഫ്രിക്കയിലല്ല ആമസോൺ വരുന്നത്, സൗത്ത് അമേരിക്കയിലാണ് വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
പനാമ കനാൽസ് കണക്ട് വിച്ച് ടു ഓഷൻസ്. ഞാൻ പനാമ കനാൽ പറഞ്ഞില്ലല്ലോ, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലൂടെ നമുക്കത് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. പനാമ കനാൽ കണക്ട്സ് വിച്ച് ടു ഓഷൻസ്. ഏതൊക്കെ 2 ഓഷൻസിനെയാണ് കണക്ട് ചെയ്യുന്നത്? പറഞ്ഞേ 10 സെക്കൻഡ്. ഞാൻ ഇന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് എടുത്തിട്ടില്ലടാ. കാരണം എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്ലാസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആക്കി ബോറാക്കുന്നില്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ്. ആരൊക്കെയാ? അറ്റ്ലാന്റിക്കും പസഫിക്കും. എവിടെ അറ്റ്ലാന്റിക്കും പസഫിക്കും വരുന്നത്? അറ്റ്ലാന്റിക് ഇവിടെ, പസഫിക് അവിടെ, അല്ലെങ്കിൽ ഇവിടെ. ഓക്കെ. അർജന്റീനയുടെ ക്യാപിറ്റൽ അർജന്റ് ആണ്. ആർക്കോ എനിക്കറിയില്ല, പറഞ്ഞേ. അർജന്റീനയുടെ ക്യാപിറ്റൽ എന്താ? അർജന്റ് ആണ്. എവിടെ പോവാൻ? സിനിമയ്ക്ക് പോവാൻ. സിനിമയ്ക്ക് നമ്മളെല്ലാവരും മലയാളികൾ ഭൂരിഭാഗം മീൻസ് ട്രിവാൻഡ്രം ഏരിയയുള്ള മലയാളികൾ കൂടുതലും പോകണം എവിടെയാ? ഏരീസ് ഫ്ലെക്സിലല്ലേ. അപ്പോൾ ഏരീസ് അർജന്റായിട്ട് സിനിമയ്ക്ക് പോയി. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, ഫൈൻ. കറൻസി PYQ ആണ്. ഇതെല്ലാം PYQs ആണ്. അതൊന്നും കൈ നിരത്തിട്ട് ക്വസ്റ്റ്യൻസ് അല്ല. 1 വേർഡ് ക്വസ്റ്റ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാം PYQs ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ? PYQ എന്ന് ഞാൻ ഡിറൈവ് ചെയ്തെടുത്ത സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ. സോ കറൻസി യൂസ് ഇൻ ജപ്പാൻ. ഏതാ? ജപ്പാനിൽ യൂസ് ചെയ്യുന്ന ഏതാ? പറഞ്ഞേ. ആലോചിച്ച് പറഞ്ഞേ. പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുക നോക്കുക, അല്ലെങ്കിൽ അറിയാമോ നോക്കുക. കാണുമ്പോൾ തന്നെ മനസ്സിലായി ഏതാണെന്ന്. ഇതിൻ്റെ ആൻസർ യെന്ന. ഒബ്വിയസ്ലി ജപ്പാൻ്റെത് യെന്ന. ചൈനയുടേത് എന്താ? ചൈന യുവാന. ഇന്ത്യയുടേത് റുപ്പിയാണെന്ന് അറിയാലോ അല്ലേ. വോൺ ആക്ച്വലി സൗത്ത് കൊറിയയുടെ ആണ്. വോൺ സൗത്ത് കൊറിയ. ഡോളർ USA, കാനഡ പോലത്തെ സ്ഥലം. പെസോ മെക്സിക്കനാണ്. മെക്സിക്കൻ കറൻസി. ഓക്കെ. ലാർജസ്റ്റ് ബൈ ഏരിയ. ആരാ ലാർജസ്റ്റ് ബൈ ഏരിയ? നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നില്ലെങ്കിൽ PYQൽ ഞാൻ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഒന്നുകൂടെ ഞാൻ എഴുതിയിടാം. ആൻസർ എന്താ? നമുക്ക് നോക്കാം. ആൻസർ പസഫിക് ആണ്. ഇതാണ്, ഇങ്ങനെയാണ് പോകുന്നത്. പസഫിക് ഓഷൻ. ഒന്നുമില്ലല്ലോ, ഓഫാ. പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, സദേൺ ഓഷൻ, എവിടെയായിരുന്നു താഴെ കാണുന്നത്, പിന്നെ ആർട്ടിക് ഓഷൻ. ഓക്കെ, പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, സദേൺ ആൻഡ് ആർട്ടിക് ഓഷൻ. ഇത്രയാണെന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ. എന്നിട്ട് ഏറ്റവും ലാർജസ്റ്റ് ബൈ ഏരിയ, ഇത് ബൈ ഏരിയ ആണ് ഞാൻ പറയുന്നത്. അപ്പം ബൈ ഏരിയ പസഫിക് ആണ് വലുത്. ആൻസർ എന്താ? പസഫിക് ഓഷൻ. ഓക്കെ, ഫൈൻ. മൂവിങ് ഓൺ. The country of Greenland is politically associated with which nation? ഏത് നേഷനുമായിട്ടാണ്? ഇത് ഓപ്ഷണൽ എലിമിനേഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ട്രൈ ചെയ്തേ. റീകോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി സ്വന്തമായിട്ട്. തോന്നും USA ആയിരിക്കും, നിങ്ങൾക്ക് തോന്നും കാനഡ ആയിരിക്കുമെന്നും. നിങ്ങൾ ആദ്യമേ എടുത്തു കളഞ്ഞ ഈ 2 പേരായിരിക്കും. പക്ഷേ ആൻസർ ഡെൻമാർക്കാണ്. ആൻസർ ഡെൻമാർക്ക്. സോ ഇതുകൊണ്ട് എന്ത് പഠിച്ചു? നമ്മൾ ചിലപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യുന്നത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? ഡിപ്പെൻഡ്സ് അപ്പോൺ ലക്ക് ഫാക്ടർ. ഓക്കെ. സിറ്റി ഓഫ് കനാൽ എന്നറിയപ്പെടുന്ന ആരാ? സിറ്റി ഓഫ് കനാൽ. സിറ്റി ഓഫ് കനാൽ.
സിറ്റി ഓഫ് കനാൽ എന്നറിയപ്പെടുന്നത്? സിറ്റി ഓഫ് കനാൽ, സിറ്റി ഓഫ് കനാൽ വെനീസ് ആണ്. വെനീസ് എവിടെ? ഇറ്റലി. ഫൈൻ, മൂവിങ് ഓൺ. ഓക്കെ, വീണ്ടും ആഘോഷിച്ചു. ഡെഡ് സി ഏതൊക്കെ രണ്ട് കൺട്രീസിനിടയ്ക്കാണ് ഡെഡ് സി കാണപ്പെടുന്നത്? പറയാൻ ശ്രമിച്ച്. ഏതൊക്കെ രണ്ട് കൺട്രീസിനിടയ്ക്കാ? പറയാൻ ശ്രമിച്ചേടാ. ആൻസർ എന്ത് വരും? ആൻസർ ഇസ്രായേൽ ആൻഡ് ജോർദൻ. ഇസ്രായേൽ ആൻഡ് ജോർദൻ. ഓക്കെ, ബിറ്റ്വീൻ വിച്ച് ടു കൺട്രീസ് എന്നാണ് ചോദിക്കുന്നത്. ആരൊക്കെയാ? രണ്ടുപേരാ. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാ? ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ഏതാ? സഹാറ അല്ലേടാ? അതെ, സഹാറയാണ് സാർ. സഹാറ എവിടെയാ? ആഫ്രിക്ക. ഓക്കെ, ഓ ഇത് നമ്മുടെ മറ്റേ ക്വസ്റ്റ്യൻസാണ്. അന്ന് ഓർമ്മയുണ്ടോ, നമ്മൾ റെവല്യൂഷൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സമയം കുറവാണെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടേണ്ടി വന്നൊരു സമയം, തൊണ്ട വയ്യാന്നും പറഞ്ഞ്. അപ്പം അന്നത്തെ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം? നിർത്താം. 2 ക്വസ്റ്റ്യൻസ്. വൈറ്റ് റെവല്യൂഷൻ ഇസ് ഓൾസോ നോൺ ആസ്. വൈറ്റ് റെവല്യൂഷൻ വേറെ എന്താ അറിയപ്പെടും? വൈറ്റ് റെവല്യൂഷൻ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? മിൽക്കുമായിട്ടാണ്. വിളിക്കുന്ന വേറൊരു പേരെന്താ? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയും. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയും. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഏതിലാണ് കാണപ്പെടുന്നത്? ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ. ഇത് മുന്നത്തെ ക്ലാസ്സാണ്. ഓക്കെ, ഏതിനാ? ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ് ടൈപ്പ് ഓഫ്, ഇതെല്ലാം ടൈപ്സ് ഓഫ് കോളാണ്. ഇതെല്ലാം എല്ലാം ടൈപ്സ് ഓഫ് കോളാണ്. ശരി, സോ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആക്കി തരുവാണ്. എന്ത് ചെയ്യുക? ഉത്തരം പറയുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണിത്. ആൻസർ പറയാൻ ശ്രമിക്കുക. ഇത് ഹോംവർക്കാണ്. ഇതൊക്കെ 3 എണ്ണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഖത്തം, ടാറ്റ, ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ ജിയോഗ്രഫി സെഷൻ 14 ക്ലാസ്സോട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് പഠിച്ച് ക്ലിയർ ആയി ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു. കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അവരോട് എനിക്ക് ലൈവിൽ ഒന്ന് താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ റെക്കോർഡിംഗ് ആയിപ്പോയി. അവരോടെല്ലാം താങ്ക് യു ഫോർ ജോയിനിങ് ദി സെഷൻ. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിർത്തുന്നു. താങ്ക് യു.